ഹായ്, നമ്മളിന്ന് നോക്കുന്നത് സ്റ്റാൻഡേർഡ് 8 സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 10 ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്ന പാഠഭാഗമാണ്. ഈ ചാപ്റ്റർ വായിച്ച് തീർന്നതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലായ സ്റ്റഡി സ്ക്വാഡ് ക്വിസ് ഗ്രൂപ്പിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ക്വിസ് ഉണ്ടായിരിക്കും. എല്ലാവരും സ്റ്റഡി സ്ക്വാഡ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ തുടങ്ങാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ എസ്.കെ. പൊറ്റക്കാട് 1955 എഴുതിയ ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ നിന്നാണ്. 1980 എസ്.കെ. പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച രണ്ടാമത്തെ മലയാളിയാണ് എസ്.കെ. പൊറ്റക്കാട്. അതൊന്ന് നോക്കി വെച്ചേക്കണേ. ഈ ചാപ്റ്ററിൽ പ്രധാനമായും യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. വലുപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. യൂറോപ്പിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഏകദേശം 1,03,55,000 ചതുരശ്ര കിലോമീറ്ററാണ് യൂറോപ്പിൻ്റെ വിസ്തീർണം. ഇത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെയാണ് യൂറേഷ്യ എന്ന് വിളിക്കുന്നത്. നമുക്കിനി ലോക ഭൂപടത്തിൽ യൂറോപ്പിൻ്റെ സ്ഥാനം നോക്കാം. യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്തായി ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്തായി അറ്റ്ലാന്റിക് സമുദ്രവും തെക്ക് ഭാഗത്തായി മെഡിറ്ററേനിയൻ കടലുമാണുള്ളത്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ 25% മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ബാക്കി ഭാഗം, അതായത് 75%വും ഏഷ്യയിലാണ്. യൂറൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തെയാണ് യൂറോപ്യൻ റഷ്യ എന്നറിയപ്പെടുന്നത്. റഷ്യൻ ജനതയുടെ 75%വും അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നതും യൂറോപ്യൻ റഷ്യയിലാണ്. ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവയാണ് വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. നമുക്കിനി യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ നോക്കാം. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റേത്. യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ 4ആയി തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, മധ്യ ഉന്നത തടങ്ങൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. ഫിയോഡുകൾ എന്താണെന്ന് നോക്കാം. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു-രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നു. ഇവയെ ആഹരിക്കുന്നതിനായി ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. ഹിമാനീകരണം, അപക്ഷയം. ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. ഇവയുടെ ചലനത്തിൻ്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ഹിമാനീകരണം. ഭൗമോപരിതലത്തിലെ ശിലകളിലുണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണ് അപക്ഷയം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൽ ഞാൻ മാർക്ക് ചെയ്ത ഭാഗം മാത്രം നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി വെച്ചാൽ മതി. ചാപ്റ്റർ തീരുന്ന ദിവസം നമുക്ക് ക്വിസ് ചെയ്യാം. താങ്ക് യു.